അങ്ങനെ ഓഹരി വിപണിക്കും പണിയായി. ഓഹരി മാർക്കറ്റ് പോലെ ലോട്ടറിയും ചൂതുകളിയല്ലേ മാഷേ? ലോട്ടറിയിൽ ഡോക്ടറേറ്റ് എടുത്ത ധനമന്ത്രി ഇത് കേക്കേണ്ട കേട്ടോ. കേക്കട്ടെ, ലോട്ടറി എന്ത് ഉൽപ്പന്നമാണ് നൽകുന്നത്? ഓഹരി ചന്തയിലെ പണം കൊണ്ടല്ലേ രാജ്യത്തെ മുതലാളിമാർക്ക് നല്ല പണി ഉണ്ടാവണത്. ആരോഗ്യമില്ലാത്തവർക്ക് ലോട്ടറിയിലൂടെയും പണി കിട്ടും. നല്ല തടിമിടുക്കുള്ള ചെറുപ്പക്കാർ ലോട്ടറി വിറ്റ് നടക്കണത് കാണുമ്പോൾ എണ്ണയിൽ മുക്കിയ ചൂരൽ കൊണ്ട് 2 കൊടുക്കാനാ തോന്നണത്. മടിയന്മാരുടെ പണിയായിരിക്കുക ലോട്ടറി വിൽപ്പന. ചില മീഡിയക്കാർ കാട്ടിക്കൂട്ടുന്ന സർവേയുടെ മാനദണ്ഡം എന്താ? മത്സരത്തിനയക്കുന്ന SMS-ന്റെ മാനദണ്ഡം എന്താ? എല്ലാം ബുദ്ധിയുള്ളവർ ഒറ്റമുറിയിലിരുന്ന് ചെയ്യുന്ന നോമിനേഷൻസ്. പാർട്ടി ഓഫീസിൽ നിന്ന് ആരെങ്കിലും ചായ വാങ്ങി കൊണ്ടുവരാൻ പറഞ്ഞാൽ ഞാൻ ചായക്കടക്കാരനോട് പറയുന്നതാണെന്ന് അറിയാമോ? എടോ, പാർട്ടി പറഞ്ഞു ഒരു ചായ തരാൻ എന്ന്. ലോട്ടറി, സാംസ്കാരിക ലോട്ടറി സിനിമാ നടിമാരായ വിശാലതയും നന്മേനിയും സന്തോഷത്തോടെ മാനം മുട്ടെ വിറ്റുകൊണ്ടിരിക്കുന്ന ലോട്ടറിയാ. 100 രൂപ മാത്രം. കേരളം അടുത്ത വർഷം ഗോവയാകുന്ന മട്ട. ഗോവയാകുന്ന മട്ട. ഉദ്ഘാടന വിപ്ലവവും ലോട്ടറി വിപ്ലവവും പൊടിപൊടിക്കുകയല്ലേ? ജീവനക്കാർക്ക് ശമ്പളം ഒഴികെ എല്ലാത്തിനും ഉദ്ഘാടനമായി. വരും കാലത്ത് അതും പ്രതീക്ഷിക്കാം. ആഴ്ചയിൽ എത്ര തരം ലോട്ടറികളാ! ഇക്കണക്കിന് പോയാൽ ഡിക്ഷണറി നോക്കി ലോട്ടറിക്ക് പേരിടേണ്ടി വരും. സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പരാതി വേണ്ട. എല്ലാ ദിനപത്രത്തിലും 5 പേജ് സർക്കാർ പരസ്യമുണ്ട്. അപ്പറഞ്ഞത് ഞാൻ എതിർക്കുന്നു. ടാക്സ് വെട്ടിച്ച് എത്ര ലോട്ടറികളാ ഇവിടെ വിൽക്കുന്നത്? വ്യാജന പിടിക്കേണ്ട ജോലി സർക്കാരിനാ. അല്ല, കേരള സർക്കാർ എത്ര ലോട്ടറിയാ ദിനം പ്രതി അടിച്ചിറക്കണത്? ആർക്കെങ്കിലും സമ്മാനം കിട്ടുന്നുണ്ടോ? കേരളീയരുടെ രക്തത്തിൽ അലിഞ്ഞതാ വ്യാജൻ. വിയർക്കാതെ കിട്ടുന്ന പണത്തിന്റെ പുറകെ നമ്മൾ പോകൂ. റിയലി എസ്റ്റേറ്റ്. പരസ്യം കണ്ടില്ലേ നിങ്ങൾ? കലാകാരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയാ. എല്ലാവരും വാങ്ങണം. കുറെ പിള്ളേരുടെ ഫോട്ടോ എടുത്തിട്ട് അനാഥരെന്ന പേരിൽ വിദേശ ഫണ്ട് തട്ടുന്ന സംഘത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ലോട്ടറി പരസ്യത്തിൽ നിറയെ സിനിമാക്കാരാണല്ലോ. അത് ഞാൻ ചിന്തിക്കായിരുന്നില്ല. ഈ ചിത്രകാരന്മാരും ശില്പികളും ആർട്ടിസ്റ്റുകളല്ലേ? ഒരു കാര്യം ചെയ്യിൻ, ഒരു 5000 രൂപയെങ്കിലും തരീൻ, സ്റ്റേ വാങ്ങിത്തരാം. അല്ലെങ്കിൽ വേണ്ട, 1000 രൂപ തരീൻ, ഒരു പൊതു താല്പര്യ ഹർജി കൊടുക്കാം. അതിന് രക്ഷയില്ലെങ്കിൽ ഒരു 100 രൂപ തരീൻ, നമുക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇന്നലെ ടൗണിൽ വെച്ച് സിനിമാ നടി നാണി എന്നെ കെട്ടിപ്പിടിച്ചൊന്ന് നീട്ടിയപ്പോ ഞാനും എടുത്തുപോയി ഒരു ലോട്ടറി. 100 രൂപ ഷൂ. നമ്മുടെ ജനങ്ങൾക്കും ഭരണാധികാരികൾക്കും എന്തിനും ഏതിനും സിനിമാ നടന്മാരെയും നടികളെയും മതി. ഒരിക്കൽ പോലും വോട്ട് ചെയ്യാൻ പോകാത്ത നടന്മാരുടെയും നടിമാരുടെയും ഇലക്ഷൻ ഫണ്ട് അത്ര മോശമല്ല. ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. സാധാരണ 10 രൂപയുടെ 75 ലക്ഷം ലോട്ടറി അടിച്ചെന്നിരിക്കട്ടെ. 10 ലക്ഷം രൂപ സമ്മാനം കൊടുത്താൽ തന്നെ എത്ര രൂപ ലാഭം? വല്ലപ്പോഴും 1-ാം സമ്മാനം ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുത്താൽ കൊടുത്തു. സ്ത്രീധനം പ്രോത്സാഹിപ്പിക്കാനും സ്ത്രീഹത്യ വർദ്ധിപ്പിക്കാനും കനകധാര ലോട്ടറി വരുന്നുണ്ടേ. 1 കിലോ തങ്കമാണ് സമ്മാനം. സ്ത്രീകളെ സഹായിക്കാനാണെന്നാണ് പറച്ചില്. ഇനി മോഷ്ടാക്കളെ സഹായിക്കാൻ തസ്കര മഹാത്മൻ ലോട്ടറിക്ക് എന്നാണ് മന്ത്രി കുപ്പായമിടുന്നത്? എന്റെ റബ്ബേ!